ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ നാളുകളിൽ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. അതിൽ അച്ഛൻ പറയുന്നൊരു കാര്യം ഇതാണ്: ഇന്ന് അനേകം വ്യക്തികൾ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ച് പേർക്കെങ്കിലും ആ ഉടമ്പടിയിൽ വെക്കുന്ന നിയോഗങ്ങൾ സാധിച്ചു കിട്ടാറില്ല. അതിൻ്റെ കാരണത്തെക്കുറിച്ച് അച്ഛൻ പറയുന്നത് ഇതാണ്: പലരും ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് ദൈവം നമുക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം വ്യക്തികൾ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്യാതെ ക്രിസ്തു തരുന്ന അനുഗ്രഹങ്ങളിലേക്ക്, അതായത് ഈ നിയോഗങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് അവർക്കത് ലഭിക്കുന്നില്ല. കാരണം ക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ ക്രിസ്തുവിനോടൊപ്പം ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് സ്വന്തമാണ്. ഈ ഒരു സത്യം മനസ്സിലാക്കാതെ അനേകം വ്യക്തികൾ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നമ്മൾ അന്വേഷിക്കുകയും അത് മനസ്സിലാക്കുകയും ദൈവരാജ്യത്തിലായിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകുമെന്നുള്ള വലിയ വാഗ്ദാനമാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 28 തൊട്ട് 30 വരെ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നുണ്ട്: വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിൻ്റെ അരികിലേക്ക് വിശുദ്ധ പത്രോസ്ലീഹ കടന്നു ചെല്ലുമ്പോൾ അത്ഭുതകരമായിട്ട് വെള്ളത്തിൻ്റെ മീതെ പത്രോസ്ലീഹ നടന്ന് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യേശുവിൽ നിന്ന് ആ നോട്ടം മാറ്റിയപ്പോൾ, യേശുവിൽ നിന്നുള്ള ഫോക്കസ് മാറ്റി ആഞ്ഞടിക്കുന്ന കാറ്റിലേക്ക്, ഉയർന്നു പോകുന്ന തിരമാലയിലേക്ക് നോക്കിയപ്പോൾ അവൻ ഭയപ്പെട്ടു. ഇതാ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു പോകാൻ തുടങ്ങി. ഇന്ന് പലർക്കും സംഭവിക്കുന്നതാണ്: യേശുവിൽ നിന്നുള്ള നോട്ടം മാറ്റുമ്പോൾ ഇതാ വലിയ പരാജയങ്ങൾ സംഭവിക്കുന്നു. അതാണ് സങ്കീർത്തനം 34:5 വചനം പറയുക: അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസിന് നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്: ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുക. അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷവും സമാധാനവും ലഭിക്കും. ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളും അതോടൊപ്പം നമുക്ക് ലഭിക്കും. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ നാം വായിക്കുക. ദൂതൻ അവരോട് പറഞ്ഞു: ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വചനം കൃത്യമായിട്ട് പറയുകയാണ്: ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. അതായത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയല്ല, സകല ജനത്തിനും വേണ്ടി, അതായത് ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി, നാനാജാതി മതസ്ഥരായ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. അതായത് 800 കോടി ജനത്തിൻ്റെയും ആ ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ക്രിസ്തുമസ് ദിനം നമുക്ക് നൽകപ്പെടുക. സകല ജനത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ ക്രിസ്തു വന്നിരിക്കുന്നു. അതായത് യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, യേശു ക്രിസ്തു മാത്രമാണ് ഏക സത്യ ദൈവം എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ലോകത്തിന് നൽകാനുള്ളത്. അതാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 11-12 തിരുവചനങ്ങളിൽ നാം വായിക്കുക: വീട് പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു ക്രിസ്തു. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആ നാമമാണ് യേശു ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവാണ് ഏക രക്ഷകൻ, യേശുക്രിസ്തു മാത്രമാണ് ഏക സത്യദൈവം. അതാണ് ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഈ ലോകത്തിന് നൽകാനിരിക്കുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ രക്ഷ ആരെല്ലാം വിശ്വസിച്ച് സ്വന്തമാക്കുന്നുവോ അവർ രക്ഷിക്കപ്പെടും. ഈ രക്ഷയുടെ സദ്വാർത്ത ലോകം മുഴുവൻ സ്വന്തമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.